ഇന്ന് കുറച്ച് വെറൈറ്റി ദോശകൾ പരിചയപ്പെടുത്തരട്ടെ. സ്പാനിഷ് മസാല, അതുപോലെ ജീനി ദോശ, പിന്നെ ചിക്കൻ നൂഡിൽസ് ദോശ. ഇത്രയുമാണ് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 3 ദോശ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ജീനി ദോശയാണ്. അപ്പോൾ അതിനായിട്ട് മാവ് നന്നായിട്ട് കല്ലിൽ പരത്തി കുറച്ച് പനീറും കൊത്തിയരിഞ്ഞ ക്യാപ്സിക്കവും സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചട്നി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവർ കുറച്ച് സ്പെഷ്യൽ മസാലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവർ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. പിന്നെ കുറച്ച് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പാത്രം കൊണ്ട് മൂടി ആ ഒരു മസാലാസ് ഒരു 2 മിനിറ്റ്സ് വേവിച്ചതിന് ശേഷം വീണ്ടും പാത്രം മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് അധികം തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. വീണ്ടും ആ ചീസിന് മുകളിലൂടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീനി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാധനം സെർവ് ചെയ്യാനുള്ളതായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് മസാല എന്ന് പറയുന്നൊരു ദോശയാണ്. മൊത്തം 151 വെറൈറ്റി ദോശകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനതിൽ 3 ട്രൈ ചെയ്യാൻ വേണ്ടി വന്ന ഇതാണ് ജീനി ദോശ. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് സ്പാനിഷ് മസാല എന്ന് പറയുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതാണ് സ്പാനിഷ് മസാല. അതിന് വേണ്ടി കുറച്ച് നമ്മൾ പൊട്ടറ്റോ ഗ്രേവിയൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ മസാല ദോശയ്ക്കൊക്കെ ചേർക്കുന്ന സാധനമൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കടലയും ചോളവും അതുപോലെ പനീറും പിന്നെ ക്യാബേജൊക്കെ നീളത്തിൽ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്നി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാ ചട്നി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണേ. വീണ്ടും കുറേ ചീസ് അതിൻ്റെ മേലെ ഗ്രൈൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ സ്പാനിഷ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധനം കാണുമ്പോൾ അല്ല, നല്ല അടാറ് ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ നൂഡിൽസ് ദോശ. ചിക്കൻ നൂഡിൽസ് ദോശ ഒരു വെറൈറ്റി സാധനമാണ്. അതിനും കുറച്ച് നമ്മൾ ക്യാബേജും കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും അതേപോലെ സാധാ ഓണിയൻസൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്നിയാണ്, ചട്നിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടറും കുറച്ച് അല്ലാതെ മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ചേർക്കുന്നതാണ് നൂഡിൽസ്. ചിക്കൻ നൂഡിൽസ് ദോശയ്ക്കുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടെ ചേർത്തിട്ട് ഇനി അവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ട്. ഒരു മിനിറ്റത്തേക്ക് അവർ പാത്രം വെച്ച് മൂടി വെച്ചൊന്ന് വെച്ച് വേവിക്കുകയാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടെ ഇട്ടിട്ട് അത് മടക്കി എടുക്കുകയാണ്. നമ്മുടെ അങ്ങനെ ചിക്കൻ നൂഡിൽസ് ദോശയും റെഡി ആയിട്ടുണ്ട്.
ചേട്ടാ എൻ്റെ കൈ തരട്ടെ. അത് നമ്മളിനി മറ്റേ ഫോട്ടോ ഇതിനകത്ത് കയറി